ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് കൂടുതൽ നീട്ടുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒരു നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത് ആൻഡ് ഗൈഡൻസ്. ഓക്കെ, നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ദിവസം. ഇന്ന് വേറെ സ്പെസിഫിക് ടോപ്പിക് ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സീ ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. Okay, let's see. Page of Pentacles, Three of Cups and King of Cups. Okay. ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു മെസ്സേജ് അതിപ്പോൾ ഒരു ഗുഡ് ന്യൂസ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഗുഡ് ന്യൂസ്, ഒരു ഹാപ്പി ന്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓഫർ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, മേ ബി ജോലിയുടെ ഒരു ഓഫർ, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് എന്ന രീതിക്ക് എടുക്കാം, കമ്മ്യൂണിക്കേഷൻ എന്ന രീതിക്ക് പറയാം. ആൻഡ് ഇവിടെ അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരും. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, യെസ്, പാസ്റ്റിൽ യെസ് നിങ്ങൾക്കൊരു വിഷമം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കാതെ പോയൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷമം നിങ്ങൾക്ക് തട്ടിയായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട രീതിയിൽ കാണുന്നുണ്ട്. ബട്ട് മേ ബി ആ നഷ്ടപ്പെട്ടത് തന്നെ തിരിച്ചു കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ അതിലും നല്ലത് നിങ്ങൾക്ക് പുതിയത് വേറെ എന്തോ വരുന്നു എന്ന രീതി കൂടിയാണ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ യെസ് ചിലത് എൻഡായി പോയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന്, പക്ഷേ പുതിയത് എന്തോ വരുന്നുണ്ട് എന്നുകൂടിയാണ്. സോ അത് അഗെയിൻ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ, പഠിക്കാൻ എവിടെയെങ്കിലും ട്രാവൽ, നിങ്ങൾ വിസ അല്ലെങ്കിൽ പഠിക്കാൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് അത് നിങ്ങൾക്ക് കിട്ടും. എക്സാം ഒക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സക്സസ് എന്ന രീതിക്ക് എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് യെസ് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കുറച്ച് പേർക്ക് അഗൈൻ ഇതിവിടെ ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടുന്ന രീതിക്കൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഒരു ന്യൂസാണ്, ഗുഡ് ന്യൂസാണ്, ഒരു ഓഫറാണ് നിങ്ങൾക്ക് വരുന്നത്. എൻ്റെ അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ എന്ത് തരത്തിലും ആവാം, ഇത് ചെറുതും ആവാം വലുതും ആവാം. ഓക്കെ, ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അങ്ങനെയും പറയാം. ഒരു ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്ന പോലെ ആയിരിക്കാം. സോ ഇവിടെ യെസ് നിങ്ങളത് കിട്ടുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ആ ന്യൂസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. നിങ്ങൾ എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ കാണുന്നുണ്ട്. സോ ആ ന്യൂസ് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് ആണ് കൊണ്ടുവരുന്നത്. നിങ്ങളത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത്, ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾ വളരെയധികം ഹാപ്പി ഫീലിംഗ് വരുന്ന പോലെ. ഓക്കെ, ഒരു സെലിബ്രേഷൻ എനർജിയാണ്, അത്രയും ലൈക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂസാണ് വരാൻ പോകുന്നത്. ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. ഇതിവിടെ നിങ്ങൾക്ക് മേ ബി ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യമായിരിക്കാം, നിങ്ങളെ കെയർ ചെയ്യുന്ന, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ അത്രയും ലൈക്ക് കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന പോലെയാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ ആ ഒരു നേച്ചർ കൊണ്ടാണ്, നിങ്ങളുടെ ആ ഒരു സ്വഭാവം അങ്ങനെയാണ്, നിങ്ങളുടെ ഒരു നല്ലൊരു മനസ്സ് എന്ന രീതിക്ക് എടുക്കാം. ആ നല്ല മനസ്സിന് യൂണിവേഴ്സ് തരുന്ന ഒരു റിസൾട്ട് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അതിനെ യൂണിവേഴ്സ് മാറ്റി തരുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ അഗൈൻ ഒന്നുമില്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും, ഈവൻ ഹെൽപ്പ് ആയിരിക്കാം. ഓക്കെ, മീൻസ് ഒരു ഫ്രണ്ട് പോലെ ആവാം, അല്ലാതെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കെയർ ചെയ്യുന്ന തരത്തിൽ വരുന്ന പോലെയുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനുള്ള തരത്തിൽ വരുന്നുണ്ട്. അവർ നിങ്ങൾക്കൊരു നല്ല ന്യൂസ് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അവർ മീൻസ് അവരെന്തെങ്കിലും ജോലിയുടെ കാര്യത്തിലോ എന്തെങ്കിലും നിങ്ങളെ സപ്പോർട്ടോ ഹെൽപ്പോ ചെയ്യാനുള്ള സാധ്യതയാണ്. ഇവിടെ നിങ്ങൾക്ക് സ്നേഹം അല്ലെങ്കിൽ ഒരു കെയർ തരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി. ഓക്കെ, സോ അതിന് യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിന് പകരം ഒരുപാട് സന്തോഷങ്ങൾ തരുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ന്യൂസാണ്. ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നിക്കാണും. നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല, നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി എന്തെങ്കിലും ലോസ് അനുഭവിച്ചു, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയി, തനിച്ചായിപ്പോയി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നി കാണാൻ പറ്റില്ല. യൂണിവേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ. ഓക്കെ, മെയിൻ തിങ് അതാണ്, യൂണിവേഴ്സ് ഉണ്ട് എപ്പോഴും. നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ ഒരു പുതിയ തുടക്കവും നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് വരും എന്നുകൂടിയാണ്. സോ മേ ബി അതായിരിക്കാം പറഞ്ഞത്. ഓക്കെ, സോ വെരി നൈസ് മെസ്സേജ് ഇന്നത്തെ. നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നും. ആക്ച്വലി ലയൺ, അബൻഡൻസ്, വെരി നൈസ്, ലക്ക്, വെരി ഗുഡ്. ഓക്കെ, thorns, yes. Weathering the challenges ahead will bring a new and positive future. See, നിങ്ങളുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നിങ്ങൾ മറികടക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ നല്ലത് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് പോസിറ്റീവ് ഫ്യൂച്ചർ നിങ്ങൾക്ക് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ധൈര്യം, നിങ്ങളുടെ ആ സമയത്ത് എന്താ വേണ്ടത്? നമുക്ക് ധൈര്യം, അല്ലേ, നമുക്ക് കറേജ് വേണം എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഇന്നർ കറേജ് നിങ്ങൾ യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, എല്ലാം
സോറി, നല്ല തുമ്മൽ വന്നാണ്. ഓക്കെ, സോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, ലയണിനെ പോലെ, ഓക്കെ, ഒരു സിംഹത്തിനെ പോലെ നിങ്ങളുടെ ആ കറേജ് സോറി കറേജ് നിങ്ങളുടെ പുറത്ത് കൊണ്ടുവരാനാണ് പറയുന്നത്. ഓക്കെ, എന്തും ഫേസ് ചെയ്യാൻ നിങ്ങൾ ആ ഒരു ധൈര്യത്തോടെ മുന്നോട്ട് ഫേസ് ചെയ്യൂ എന്നാണ്. ആൻഡ് അബണ്ടൻസ് വരുന്നുണ്ട്. യെസ്, ആക്ച്വലി ഇതിൽ എഴുതിയിരിക്കുന്ന ലക്കി ടൈംസ് ആർ അഹെഡ് എന്നാണ്. ഓക്കെ, അതായത് യെസ്, നിങ്ങൾക്ക് നല്ലത് എന്തൊക്കെയോ വരുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്. അഗെയിൻ ഇവിടെയും അത് തന്നെയാണ്. യു ആർ റൈറ്റ് ടു ബി സ്ട്രോങ് ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഓപ്പർച്യൂണിറ്റീസ് അഹെഡ്. യെസ്, നിങ്ങൾക്ക് ഇതും ലക്കിൻ്റെ ഒരു കാർഡാണ്. ഓക്കെ, ഇത് ലക്കിൻ്റെ ആണ്, ഇതിലും ലക്ക് എന്ന് പറയുന്നുണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തോ അബണ്ടൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തോ തിരിച്ച് കിട്ടുന്ന പോലെയാണ്. എസ്പെഷ്യലി പണത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് വരുന്നുണ്ട്. ലക്ക്, ഇത് നമ്മൾ മണി വൈസ് നമുക്ക് കൂടുതൽ പറയാം. ആൻഡ് ഈവൻ ഇതിലും നോക്കും ആക്ച്വലി സെലിബ്രേഷൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെയും അത് തന്നെയാണ്. സോ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കും. ഇന്ന ദിവസം എന്തെങ്കിലും നിങ്ങൾ സ്പെഷ്യലായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും അങ്ങനത്തെ നിങ്ങൾ മെയിനോ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഇവിടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഓക്കെ, നന്ദി, നമസ്കാരം.